ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എൻ്റെ കുക്കുമോളുടെ പിറന്നാളാണ്. അതുകൊണ്ട് തന്നെ ഒരു തട്ടിക്കൂട്ട് പായസം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഇച്ചിരി കട്ട പിടിച്ചിരിക്കുകയാണ്. ഹോം മെയ്ഡായിട്ട് നെയ്യ് ഉണ്ടാക്കിയെടുത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചതാണ്. അതുകൊണ്ട് ഇങ്ങനെ കട്ടയായിട്ടായിരിക്കുന്നത്. ഇനി അത് ഉരുകി വരണം. ഇവിടെ നെയ്യ് മുഴുവൻ ഉരുകി നന്നായിട്ടൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് മുന്തിരിങ്ങയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ മുന്തിരിങ്ങ ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കശുവണ്ടി ഇട്ട് കൊടുത്തു. കശുവണ്ടിയും കൂടെ നെയ്യിലൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ഇവിടെ സേമിയ പായസമാണ് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സേമിയ നെയ്യിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടി സേമിയ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ഒരുപാട് അങ്ങോട്ട് റോസ്റ്റ് ആകണ്ട, ഇങ്ങനെ ഈ പരുവത്തിലായാൽ മതി. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു 2 കപ്പ് പാലോളം ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പായസം ആയതുകൊണ്ട് തന്നെ തേങ്ങാപ്പാലല്ല ഒഴിച്ച് കൊടുക്കുന്നത്, പശുവിൻ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് 2 കപ്പ് പാലൊഴിച്ച് കൊടുത്തു. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവ് ഞാൻ പ്രത്യേകം പറയുന്നില്ല, കാരണം ഇവിടെ പഞ്ചസാര ഒരുപാട് വേണ്ട, കുറച്ച് മതി. നിങ്ങളുടെ അളവിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണേ. ഇനി കൈയിളക്കാതെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഏലക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇടിയല്ലേ വെച്ചൊന്ന് ഇടിച്ച് പൊട്ടിച്ച് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സേമിയ വെന്ത് കിട്ടാനായിട്ട് ഒരുപാടൊന്നും താമസം വന്നില്ല. ഇവിടെ സേമിയ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കുറുകി വരുന്നതനുസരിച്ച് വീണ്ടും പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലൊഴിച്ചുകൊണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യണം, കാരണം പായസമായതുകൊണ്ട് നമുക്ക് കൈ എടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇവിടെ കുറച്ച് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രിഡ്ജിലിരുന്നത് കട്ടയായി പോയായിരുന്നു, വെയിറ്റ് ചെയ്തില്ല, കാരണം പായസം നന്നായിട്ട് കുറുകി. ഇനി പാലുണ്ടായിരുന്നില്ല, തേങ്ങാപ്പാൽ ഒഴിക്കാനും പറ്റത്തില്ല പാൽപ്പായസം ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് കട്ടിയായി കുറുകിപ്പോയി. കുക്കുവിന് തസ്നിമാമിയുടെ വകയാണ് ഈ പായസം. എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. കുറുകിയെന്നേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റായിരുന്നു. തസ്നി വളരെ വ്യത്യസ്തമായിട്ടാണ് പായസം വെക്കുന്നതെങ്കിലും നല്ലത് തന്നെയാണ്, അടിപൊളിയാണ്, വളരെ ടേസ്റ്റായിരുന്നു. ഇങ്ങനെ തന്നെ വീട്ടിൽ വരുമ്പോഴും വെക്കുന്നത് അടിപൊളിയാണെന്ന് എനിക്കറിയാമായിരുന്നു. നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ കേക്ക് ഉണ്ടാക്കിയേനെ. കൂടെ വാപ്പിയില്ലാത്തതുകൊണ്ട് അവൾക്ക് കേക്ക് വേണ്ടെന്ന് അവൾ നേരത്തെ തന്നെ എന്നോട് പറഞ്ഞിരുന്നു. എന്നാൽ അബിയും തസ്നിയും ഒരു വമ്പൻ സർപ്രൈസാണ് ഒരുക്കി കൊടുത്തത്. ആണോ? അകിക്ക് കൊടുക്കോ? അടങ്ങി നിക്ക്. പെയ്യെ നിക്ക് ഒരു മിനിറ്റ്. അക്കിക്ക് കൊണ്ട് കൊടുക്കും സർപ്രൈസ്. നിക്ക്, അമ്മി വരട്ടെ. അങ്ങനെ ഇവിടെ കേക്ക് കട്ട് ചെയ്യാനായിട്ട് എല്ലാവരും കൂടെ വട്ടം കൂടി ഇരിക്കുന്നുണ്ട്. കേക്കിനോടൊപ്പം തന്നെ ഇതെല്ലാം സെറ്റായിട്ട് തന്നെ വന്നതാണ്. വളരെ ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ഒരു അടിപൊളി കേക്ക് മുറിയായിരുന്നു. ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും ഐറുമോൾക്ക് കേക്ക് കട്ട് ചെയ്യണം, അവൾക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അവർ 2 പേരും കൂടെ ഒരുമിച്ചാണ് കേക്ക് കട്ട് ചെയ്യുന്നത്. കേക്ക് കട്ട് ചെയ്യുന്ന സന്തോഷമൊന്നും അവൾക്ക് കേക്ക് തിന്നാനായിട്ടില്ല കേട്ടോ. അവളിങ്ങനെ അക്കിയുടെ കൂടി കട്ട് ചെയ്തിട്ട് അവൾ വിട്ടുപോകും. അത് തിന്നാനായിട്ട് അത്ര വലിയ നിൽക്കത്തൊന്നുമില്ല, കട്ട് ചെയ്യാനാണ് ഇഷ്ടം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതാ കണ്ടോ, കേക്ക് കട്ട് ചെയ്യാനായിട്ടുള്ള ആ ഒരു ഉത്സാഹമേ ഉള്ളൂ. അതിൽ ചോക്ലേറ്റ് ഒന്ന് എടുത്തിട്ടുണ്ട്. കേക്ക് കട്ട് ചെയ്ത് കുക്ക് കൊടുത്തിട്ട് അതവൾക്ക് വേണ്ട. അവൾ ആ വഴി പോയതല്ലാതെ കേക്ക് തിന്നാനായിട്ട് നിന്നില്ല. ബർത്ത്ഡേ പ്രമാണിച്ച് ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് അഭി പറഞ്ഞു. അങ്ങനെ പുറത്തേക്ക് വന്നതാണ് ഫുഡ് കഴിക്കാനായിട്ട്.
ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് ബാംഗ്ലൂരിലെ കല്യാൺ നഗറിലെ ഒരു റെസ്റ്റോറൻറ്റിലാണ്. നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല തിരക്കാണ് ഈ റെസ്റ്റോറൻറ്റിൽ. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിരിക്കാൻ വയ്യാഞ്ഞതുകൊണ്ട് താണ്ടവൻ ഇവിടെ സ്റ്റാർട്ടറായിട്ട് ചിക്കൻ കബാബ് ഓർഡർ ചെയ്തിരുന്നു. ആ ചിക്കൻ കബാബ് വന്നിട്ടുണ്ട്. അമ്മച്ചെന്നാ പറഞ്ഞ പിന്നെ ഓർഡർ ചെയ്തത് ബിരിയാണിയും ചിക്കൻ ഫ്രൈഡ് റൈസും ആണ്. നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് തന്നെയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറയുമ്പോൾ മടിയായിരുന്നു. കാരണം ഇവിടുത്തെ ഫുഡിന് വേറൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞാണ്. അപ്പോൾ അവൻ പറഞ്ഞു നല്ല റെസ്റ്റോറൻറ്റാണ്, നല്ല ഫുഡാണ്, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ പോരുന്നതാണ്. എന്താണെങ്കിലും കുഴപ്പമില്ലായിരുന്നു, നല്ല സൂപ്പർ ഫുഡായിരുന്നു. എടാ റൈസ് ഇടും. നല്ലതാണോ അമ്മ? എന്താ ഫുഡൊക്കെ ഉണ്ടോ ദോസ്നി? ഹൈറു ഫുഡ് കൊള്ളാവോ? ഹൈറിൻ ഇഷ്ടപ്പെട്ടോ? പത്തായെ ഇഷ്ടപ്പെട്ടോ? ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞുള്ള ഇരിപ്പാ. അയ്യോ ഇരിക്കുന്നുണ്ട് ഞാൻ കഞ്ഞിയോരും കുടിച്ചിട്ടില്ലെന്ന് ഓർക്കും. ഓ ബില്ലിന്റെ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുന്നതാണോ? ഐറിൻ ഹായ്. ഐറിൻ ഹായ്. ഹായ്. ഫുഡ് സൂപ്പറായിരുന്നോ? കുക്കുവിന് ബർത്ത്ഡേയുടെ ഗിഫ്റ്റാണ്. എൻ്റെയും കാക്കുവിൻ്റെയും ഗിഫ്റ്റാണ്. അത് നേരത്തെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നു. ഞങ്ങൾക്കറിയായിരുന്നു ബർത്ത്ഡേ ദിവസം ഇവിടെ ഉണ്ടാവുകയില്ല ഞങ്ങളെന്ന്. അതുകൊണ്ട് തന്നെ ബർത്ത്ഡേക്ക് ബാബി ഗിഫ്റ്റൊക്കെ കൊടുത്താണ് മോളെ വിട്ടത്. നേരത്തെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നതാണ്. ഈ വീഡിയോയുടെ കൂടെ കൂട്ടിച്ചേർക്കുന്നതേ ഉള്ളൂ. ഇതാണ് വാച്ച്.
നല്ല അടിപൊളി വാച്ച്. ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.